ഹലോ ഗൈസ്, അപ്പോൾ നമ്മുടെ മൂകാംബിക ട്രിപ്പിൻ്റെ അവസാനത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ മുരുടേശ്വരത്ത് നിന്ന് ഇപ്പോൾ ഉടുപ്പിയിലെത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഉടുപ്പിയിലാണ് നിൽക്കുന്നത്. നമ്മൾ ഉടുപ്പി വന്നു, ഉടുപ്പിയിലെത്തിയിട്ട് ഉടുപ്പിയിലിറങ്ങി നടക്കുക. ഇവിടെ ഇതൊരു കൃഷ്ണൻ്റെ അമ്പലമുണ്ട്, അത്യാവശ്യം ഫേമസാണ്. അപ്പം അവിടെ പോകാനായിരുന്നു ആദ്യത്തെ പ്ലാൻ. അപ്പോൾ ചിലപ്പോൾ ഇനി അങ്ങോട്ടേക്കായിരിക്കും പോകുന്നത്, എവിടെയാണെന്നും അറിയത്തില്ല. എന്തായാലും സ്റ്റേഷനിൽ നിന്ന് പുറത്തിറങ്ങട്ടെ. ഉടുപ്പി റെയിൽവേ സ്റ്റേഷനിലാണ്. ഇതിൻ്റെയൊക്കെ വർക്കൊക്കെ കണ്ടോ? കൊട്ടാരം പോലെ അല്ലെങ്കിൽ ആ ഒരു മാതൃകയിലൊക്കെയാണ് പണിഞ്ഞു വെക്കുന്നത്. അതായത് പണ്ടത്തെ രാജാക്കന്മാരൊക്കെ അല്ലെങ്കിൽ ആ ഒരു അത്രയും വർഷം പഴക്കം ഉണ്ടാവും, ആ രീതിയിലാണ് പണി വെച്ചിരിക്കുന്നത്. നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് അവിടെ പ്രീപെയ്ഡ് ഓട്ടോ ഉണ്ട്. അപ്പോൾ അതിൽ കയറിയുന്ന സമയത്ത് അവർ കൊണ്ട് നടക്കുന്നത് ഈ മന്ദിരത്തിൻ്റെ ഫ്രണ്ടിലായിരിക്കും. അവിടുന്ന് നേരെ കാണുന്നത് ഒരു മഠമാണ്, ഗീതാ മന്ദിർ മഠ, എന്തോ സ്റ്റേ ആണെന്ന് തോന്നുന്നു. ഇതിൻ്റെ സൈഡിൽ കൂടെ കടന്ന വഴി കൂടെയാണ് നമ്മൾ അമ്പലത്തിലോട്ട് പോകുന്നത്, കൃഷ്ണൻ്റെ. അപ്പോൾ അതിൻ്റെ സൈഡിൽ കൂടെ നമ്മൾ നടന്നു വരുന്ന സമയത്ത് ഇവിടെ ഒരുപാട് സ്റ്റോളുകളൊക്കെ ഉണ്ട്. അതേപോലെ നമുക്ക് ചെരുപ്പ് അവിടെ കീപ്പ് ചെയ്യാനുള്ള സ്ഥലമുണ്ട്. ഈ വന്ന മന്ദിരത്തിൻ്റെ ഫ്രണ്ടിലും നമുക്ക് വെക്കാത്ത സ്ഥലമുണ്ട്, ഇവിടെ അകത്തുണ്ട്. അതേപോലെ തന്നെ ലഗേജ് ഉണ്ടെങ്കിൽ തന്നെ ലഗേജ് നമുക്ക് ഇവിടുന്ന് അകത്തോട്ടാണ് അമ്പലത്തിൽ പോകുന്നത്. അപ്പോൾ അവിടെ തന്നെ ലഗേജ് കീപ്പ് ചെയ്യുന്ന സ്ഥലമുണ്ട്. ആ പൊക്കത്തിലോട്ട് ആളുകൾ പോകുന്നുണ്ടല്ലേ, അങ്ങോട്ടാണ് നമ്മൾ കയറി പോകേണ്ടത്. കർണാടകത്തിലെ തന്നെ പ്രധാനപ്പെട്ട 7 ക്ഷേത്രങ്ങളിലെ പ്രധാനപ്പെട്ട ഒരു അമ്പലമാണ് ഈ അമ്പലം. പടിഞ്ഞാറേ ഭാഗത്തേക്ക് പ്രതിഷ്ഠിച്ചിരിക്കുന്ന ഈ ഭഗവാനെ കാണണമെങ്കിൽ നവഗ്രഹ കിണ്ടി എന്നറിയപ്പെടുന്ന 9 വിടവുകളിലൂടെ നോക്കിയെങ്കിൽ മാത്രമേ നമുക്ക് കാണാൻ സാധിക്കൂ. നമ്മുടെ നവഗ്രഹങ്ങളെയാണ് ഈ ഓരോ വിടവുകളും സൂചിപ്പിക്കുന്നത്. എനിക്ക് പണി കിട്ടി എന്തോന്ന് വെച്ചാൽ, ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് വീഡിയോ എടുത്തപ്പോഴത്തേക്കും സ്പേസ് തീർന്നുള്ള ഇത് വന്നു. പിന്നെ എനിക്ക് വീഡിയോ ഒന്നും ഓടാവുന്നില്ല. പിന്നെ എടുത്ത വീഡിയോസ് ഫയൽസ് എല്ലാം കൂടെ ഞാൻ വേറൊരു ഫോട്ടോനകത്തോട്ടാക്കി, അത് വേറെ മെമ്മറിക്കകത്തോട്ടാക്കി. അപ്പോഴത്തേക്കും ഞാൻ അമ്പലത്തിൽ വന്നു. അതുവരെ എനിക്കൊരു വീഡിയോ എടുക്കാനും പറ്റിയില്ല, ഒന്നും ബാക്ക് എടുക്കാനൊന്നും പറ്റിയില്ല. അതുകൊണ്ട് അത്രയും വിഷ്വൽസ് പോയി. പ്രത്യേകിച്ചൊന്നുമില്ല, നമ്മുടെ ഉടുപ്പി സ്റ്റാൻഡിൽ നിന്ന് അവിടുന്ന് പ്രീപെയ്ഡ് ഓട്ടോയ്ക്കകത്ത് കയറി 3 പേരാണ് ഒരു ഓട്ടോയിൽ പോണേ. ഒരാൾ കൂടിക്കഴിഞ്ഞാൽ 40 രൂപയായി. ഞങ്ങൾ 4 പേരുണ്ടായിരുന്നു. അപ്പോൾ അവിടുന്ന് നേരെ ഞങ്ങൾ വീടിൻ്റെ ഫ്രണ്ടിൽ വന്നിറങ്ങിയത്. എന്നിട്ട് ഈ കാണുന്ന വഴി കൂടെ നമ്മൾ അകത്തോട്ട് കയറി പോകണം. അകത്തോട്ട് പോയി പിന്നെ ക്യൂ ആണ്, ക്യൂ വഴി നമുക്ക് അകത്ത് കയറി ഭഗവാനെ തൊഴുതിട്ട് ഇതിലേക്കൂടെ തിരിച്ചിറങ്ങി വരാം. പക്ഷെ ഇതിന് വേറെ എൻട്രൻസ് ഉണ്ടോ എന്ന് എനിക്കൊരു ഡൗട്ടുണ്ട്. അപ്പോൾ നമുക്ക് സമയമുണ്ട്, ഇഷ്ടംപോലെ സമയമുണ്ട്. രാത്രിയിലാണ് ഇപ്പോൾ ട്രെയിൻ ഉള്ളത്. അതിന് മുന്നേ ഇവിടെ എന്തെങ്കിലും എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുമെങ്കിൽ നോക്കാം, അല്ലെങ്കിൽ ഇവിടെ ഇരിക്കാം. ഈ പലരും പല രാജ്യങ്ങളിലും ഓരോ സ്ഥലങ്ങളിലൊക്കെ പോകുന്ന സമയത്ത് അവിടുന്ന് സൂനിയറുകളൊക്കെ വാങ്ങുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനും ഇതിനൊക്കെ അവിടെയൊക്കെ പോകുന്ന സമയത്ത് എന്തായാലും വാങ്ങണം, അല്ലെങ്കിൽ ഒരു കളക്ഷൻ തുടങ്ങണമെന്നൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെ ഞാനിപ്പോൾ എൻ്റെ ലൈഫിൽ ആദ്യത്തെ ഒരു സൂനിയർ ഞാൻ വാങ്ങിച്ചു. ഒരു സ്ഥലത്ത് പോയിട്ട് ഒരു ഫ്രിഡ്ജ് മാഗ്നറ്റാണ്. അപ്പോൾ അതൊരെണ്ണം ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്, ഉടുപ്പിയുടെ ഐ ലവ് ഉടുപ്പി എന്ന് പറഞ്ഞിട്ട്. പലതരത്തിലുള്ള മന്ദിരങ്ങളും അതിൻ്റെ പ്രത്യേകതകളൊക്കെ ഉള്ളൊരു. ആ വായന നടക്കുന്നിടത്ത് ഞങ്ങൾ കുറച്ചേരം ഇരുന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു മൊമെൻറ്റിൽ ഞാൻ ഏതോ മഹാഭാരതം അല്ലെങ്കിൽ കൃഷ്ണൻ്റെ സ്ഥലമായിട്ടുള്ള മധുര അങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ, അല്ലെങ്കിൽ എൻ്റെ മൈൻഡ് ഞാൻ അവിടെ തന്നെ ആയിപ്പോയി. ആ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ ആ ഒരു തിരക്കിൽ അത് വല്ലാത്തൊരു ഫീലായിരുന്നു കേട്ടോ. ഇതിൻ്റെ ഫ്രണ്ടിലായിട്ടായിരിക്കും നമ്മളെ ഓട്ടോയിൽ കൊണ്ട് നിർത്തുന്നത്. നമുക്കൊരു പ്രീപെയ്ഡ് ഓട്ടോ സ്റ്റേഷനിൽ നിന്ന് കിട്ടും. അപ്പം അതിനകത്ത് കയറി കഴിയുമ്പോഴത്തേക്കും നമ്മളിവിടെ കൊണ്ട് ഇറങ്ങുന്നത് ഇവിടുന്ന് ഉള്ളിലോട്ടാണ് അമ്പലത്തിൽ പോണേ. ഞങ്ങളിപ്പോൾ ഒരു ചായ കുടിക്കാനുള്ളൊരു സ്പോട്ട് തപ്പി നടക്കും. ഉച്ചയ്ക്ക് ആ അമ്പലത്തിൽ നിന്ന് അന്നദാനം കഴിച്ചതാണ്. അപ്പോൾ പിന്നെ വേറെ ഒന്നും കഴിച്ചില്ല. അപ്പോൾ ഒരു ചായയും എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിക്കുന്നു. എന്നിട്ട് നൈറ്റ് ഇവിടുന്ന് ചിലപ്പോൾ ഫുഡ് കഴിച്ചിട്ട് നമ്മൾ നേരെ ഇവിടുന്ന് നേരെ സ്റ്റേഷനിൽ പോകും. നമ്മൾ രാത്രിയിലത്തെ ഫുഡ് ഇവിടുന്ന് തന്നെ ആയിരുന്നേ. അപ്പോൾ നമ്മളവിടെ വെയിറ്റ് ചെയ്ത് ഇരുന്ന സമയത്ത് അവിടെ ഒരു 2-3 ഫാമിലി, കുറച്ച് ആൾക്കാരൊക്കെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ അവിടുന്ന് നമുക്ക് കയറാൻ തുറന്ന സമയത്ത് എവിടെ നിന്നൊക്കെയാണ് ആൾ വന്നതെന്ന് ഒരു ഐഡിയ ഇല്ല. ഒരു നല്ല തിരക്കുണ്ടായിരുന്നു, നല്ല തിരക്കും നല്ല തെള്ളും ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അകത്ത് കയറി ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു. ചോറും സാമ്പാറും. പിന്നെ ചപ്പാത്തിയാ, പപ്പടം അത്
ചപ്പാത്തി. ചോറും കൂടി കഴിക്കാം. നമ്മളിവിടെ ക്ലോക്ക് റൂമിൽ ഇവിടെ ആയിരുന്നു ലഗേജൊക്കെ വെച്ചിരുന്നത്. അവിടെ താഴെ കൊണ്ട്. അതെ അതെ. ക്ലോക്ക് റൂമിൽ നിന്ന് നമ്മൾ ലഗേജൊക്കെ എടുത്തിട്ട് അവിടെ ഒരു 3 മണിക്കൂറേ ലഗേജ് ഒക്കെ ആക്കത്തുള്ളൂ. നമ്മൾ 1 മണിക്കൂർ ലേറ്റായിരുന്നു, അതുകൊണ്ട് എക്സ്ട്രാ 30 കൂടെ കൊടുത്ത്. നില്ല്, അവരവിടെ നിൽക്കുക. നമ്മൾ നേരെ അവിടെ ചെന്ന് ഫുഡ് കഴിച്ചു. ഫുഡിനകത്ത് സാമ്പാറുണ്ടായിരുന്നു, പിന്നെ ഒരു ചപ്പാത്തി പോലെ സംഭവം ഉണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു വെള്ളത്തിന്. പിന്നെ എന്തായിരുന്നു, പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് മോര് വാങ്ങിച്ച് കുഴിച്ച്, പിന്നെ പായസം ഉണ്ടായിരുന്നു. നല്ല അടിപൊളിയായിരുന്നു, വയറ് കളഞ്ഞു. ഇനി നമുക്ക് സ്റ്റേഷനിൽ പോവാം. കയറി. ഓക്കെ, നമ്മൾ ഓട്ടോ കിട്ടിയെന്ന്. ഇപ്പം നമുക്ക് റെയിൽവേ സ്റ്റേഷനിൽ പോവാതെ. തിരിച്ചു പോയ കഥയൊന്നും പറയണ്ടേ. ഞങ്ങൾക്ക് ആകെ ഉണ്ടായിരുന്ന പ്ലാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് നമ്മുടെ മൂകാംബിക ചെല്ലുന്നത്, അവിടുന്ന് പിന്നെ സ്റ്റേ. ഇത് ഇത്ര ഞങ്ങൾ ചെയ്തിട്ടുള്ളൂ. സ്റ്റേയും നമുക്ക് കഷ്ടിച്ചാണ് ആ ഒരു ദിവസത്തേക്ക് മാത്രം കിട്ടിയത്. പിന്നീട് ഉള്ള പ്ലാൻസ് എല്ലാം സഡൻലി നമ്മൾ ചെയ്ത കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ തിരിച്ചു പോകാൻ നമ്മൾ നല്ല രീതിയിൽ വലഞ്ഞ്. കാരണം ട്രെയിൻ നല്ല ഡിലേ ആയി, ലേറ്റായിട്ട് നമ്മൾ വേറെ ട്രെയിൻ ചൂസ് ചെയ്തു. പിന്നീട് പ്ലാൻ മാറ്റി, അവസാനം നിന്ന പ്ലാറ്റ്ഫോം മാറി. പ്ലാറ്റ്ഫോമിൽ അത് അവർക്ക് ചേഞ്ച് ചെയ്ത കേട്ടോ. സഡൻലി അവർ വേറൊരു ട്രെയിൻ വരുന്നത് കൊണ്ട് തന്നെ അവർ ട്രാക്ക് ചേഞ്ച് ചെയ്ത്, അങ്ങനെ പിന്നെ നമ്മൾ ഇപ്പുറം ക്രോസ് ചെയ്ത് നിന്ന് ട്രെയിൻ വന്ന് അങ്ങനെ കുറച്ച് അലഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പം എന്താ വേറെ വണ്ടി വല്ല പറയണ്ട? ഞങ്ങൾക്കിപ്പോൾ എന്താ സംഭവിച്ചെന്ന് വെച്ചാലേ, ഞങ്ങൾ നോർമലി പോകാൻ പ്ലാനിട്ട ട്രെയിൻ ലേറ്റാണ്. അതായത് 9:00 വരേണ്ട ട്രെയിൻ ഇനി വരുന്നത് 12 മണിക്ക് എന്തോ ആണ്. അപ്പോൾ നമുക്ക് പ്ലാൻ മാറ്റിയിട്ട് വേറെ ട്രെയിനിൽ നോക്കേണ്ടി വന്നു. പക്ഷെ ആ ട്രെയിൻ എറണാകുളം വരെ ഉള്ളൂ. അപ്പോൾ എറണാകുളത്ത് ഇറങ്ങിയിട്ട് ബസ്സിലെല്ലാം പോകാനാണ് അടുത്ത പ്ലാൻ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ ട്രെയിൻ ഫസ്റ്റ് പ്ലാറ്റ്ഫോമിലായിരുന്നു വരുന്നത്. അപ്പോൾ ഞങ്ങൾ അവിടെ പോയിരുന്നതാണ്. അപ്പം ഇപ്പോൾ അവർ അനൗൺസ് ചെയ്തു പ്ലാറ്റ്ഫോം നമ്പർ 1 വേറെ ഏതോ ഒരു സ്പെഷ്യൽ ട്രെയിൻ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് മറ്റേത് പ്ലാറ്റ്ഫോം നമ്പർ 2 അപ്പോൾ അതുകൊണ്ട് ഇപ്പുറം വന്നിരിക്കുക. അപ്പോൾ ഇനി മറ്റേ ട്രെയിനിൽ പോയി രാവിലെ എറണാകുളത്ത് ഇറങ്ങിയിട്ട് എറണാകുളത്ത് നിന്ന് എങ്ങനെയും പോകണം. അറിയാമോ എങ്ങനെയാണെന്ന് നോക്കട്ടെ. നമുക്കൊരു ട്രെയിൻ വന്നു. പ്രധാന പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഫോണിൽ ചാർജ് ഇല്ല. അതുകൊണ്ട് എങ്ങോട്ടോ സ്പോട്ട് കിട്ടിയെങ്കിൽ മാത്രമേ ചാർജ് ചെയ്യാൻ പറ്റത്തുള്ളൂ. എൻ്റെ ഫോണിൻ്റെ ചാർജ് തീർന്നായിരുന്നേ. പിന്നെ ട്രെയിനിൽ കുറച്ച് അതിഥി തൊഴിലാളി ചേട്ടന്മാരൊക്കെ ഉണ്ടായിരുന്നു. അവർ പിന്നീട് കുറച്ച് 2-3 സ്റ്റോപ്പൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഇറങ്ങി പോയിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് നമുക്ക് സീറ്റൊക്കെ കിട്ടിയത്. പിന്നീട് ഞാൻ ഫോൺ ചാർജ് ചെയ്തു. കുറേ നേരം കിടന്നുറങ്ങി. കണ്ണ് തുറന്നപ്പോൾ കണ്ടത് നമ്മൾ എറണാകുളമാണ്. അങ്ങനെ നമ്മൾ എറണാകുളം എത്തി. ഇതിപ്പം തേടി പള്ളി കാലി ചുറ്റി എന്നുള്ളൊരവസ്ഥയാണ്. നമുക്ക് പ്ലാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നേരത്തെ ജംഗ്ഷനിൽ ചെല്ലുകയാണെങ്കിൽ ജംഗ്ഷനിൽ നിന്ന് മെട്രോ കയറി ടൗണിൽ ഇവിടെ വരണം. ഇവിടെ വന്നതിന് ശേഷം നമുക്ക് ഇവിടുന്ന് ട്രെയിനുണ്ട്. അപ്പോൾ ആ ട്രെയിനിൽ പോകാനായിരുന്നു പ്ലാൻ. അത് 7:15. അത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരു 10-11 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും വീട്ടിൽ ചെല്ലാൻ പറ്റും. അപ്പം ഇതിപ്പം വേറെ ഏതോ ഒരു ട്രെയിൻ പോകാൻ വേണ്ടിയിട്ട് ഇവിടെ പിടിച്ചിട്ടേക്കുക. 2 ട്രാക്കിൻ്റെ തടുക്കായിട്ട്. ഓക്കെ. അപ്പം ആളുകൾ ഇതിലേക്ക് കൂടെ ഇറങ്ങിയിട്ട് നമ്മൾ ക്രോസ് ചെയ്ത് വേണ്ടി വന്നു. അപ്പോൾ അതിൽ പ്ലാറ്റ്ഫോമില്ല. 2-3 ട്രാക്ക്, എൻ്റെ നടുക്കത്തെ ട്രാക്ക് പിടിച്ചിട്ടേക്കും. അപ്പോൾ എന്തായാലും ഇവിടെ കിട്ടിയത് നന്നായി. അങ്ങനെ പിന്നെ ട്രെയിൻ വന്നു. നമ്മൾ ട്രെയിനിൽ കയറി. അകത്ത് നല്ല തിരക്കുണ്ടായിരുന്നു. ഞങ്ങൾ ഉള്ളിലോട്ട് നിന്നില്ല. നല്ല ചൂടായതുകൊണ്ട് പിന്നീട് അങ്ങോട്ട് പുഴുങ്ങുമെന്നറിയാം. അതുകൊണ്ട് നമ്മൾ ഡോറിൻ്റെ സൈഡിൽ തന്നെ നിന്ന് പാട്ടൊക്കെ കേട്ട് കാഴ്ചയും കണ്ട് അങ്ങ് കൊല്ലം വരെ അങ്ങ് നിന്നവിടെ. ഞാൻ ഔട്ടർ എടുക്കാൻ മറന്നുപോയി. ഞങ്ങൾ വന്ന് ബസ് ഇറങ്ങി. ഫുള്ള് നല്ല തിരക്കായിരുന്നു കേട്ടോ. ബസ് ഇറങ്ങി ഇപ്പോൾ തിരിച്ച് വീട്ടിലോട്ട് നടക്കുക. അതിൽ അനിയൻ വന്നിട്ട് അച്ഛനെ പിക്ക് ചെയ്തുകൊണ്ട് പോയി. ഇനി അവൻ തിരിച്ച് വന്നിട്ട് എന്നെയും കൊണ്ടുപോകും. ട്രെയിനിൽ നല്ല തിരക്കായിരുന്നു. ഞങ്ങൾ എറണാകുളത്ത് നിന്ന് കയറിയ സമയത്ത് ആ ഡോറിൻ്റെ സൈഡിൽ തന്നെയാണ് നിന്നത്. അവിടുന്ന് പിന്നെ ഉള്ളിലോട്ട് കയറാൻ പറ്റിയില്ല.
പിന്നെ അവിടെ തന്നെ ആയി. അതാകുമ്പോഴത്തേക്കും കുറച്ച് കാറ്റും കിട്ടും, ഉള്ളിൽ വേണമെങ്കിൽ ചൂടും തിക്കും തിരക്കൊക്കെ ആയിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ അവിടെ തന്നെ വെയിറ്റ് ചെയ്തു. കൊല്ലം വരെ അവിടെ തന്നെ നിന്ന് വന്ന പാട്ടും കേട്ടങ്ങ് നിന്ന്. ഇപ്പോൾ ഒരു നാരങ്ങ വെള്ളം കുടിച്ചിട്ട് വെയിറ്റ് ചെയ്തു. അപ്പോൾ അനിയൻ വന്ന് അച്ഛനെ പിക്ക് ചെയ്തിട്ട് പോയി. ഞാൻ വന്നിട്ട് ഞാൻ പോകും. 2 ദിവസത്തെ ഒരു യാത്ര, തീർത്ഥാടന യാത്രയായിരുന്നു, കഴിഞ്ഞു. ഇനി വീണ്ടും നോർമൽ ലൈഫിലേക്ക്. ഇനിയിപ്പോൾ എനിക്കൊന്ന് അടുത്ത ആഴ്ച വീണ്ടും ഒരു ട്രിപ്പുണ്ട്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളായിട്ട് ഞാൻ വേറെ വീഡിയോസൊക്കെ ആയിട്ടിടാം. അനിയനല്ല, അച്ഛനായിരുന്നു എന്നെ വിളിക്കാൻ വന്നത്. അച്ഛൻ വിളിച്ചിട്ട് നേരെ ഞങ്ങളിവിടെ ചിക്കൻ വാങ്ങിക്കാൻ വന്നു. ഇപ്പം ഇന്ന് രാത്രി ഉച്ചക്കാലത്തേക്ക് ചിക്കൻ. അപ്പോൾ ഇവിടെ ഞാൻ നോക്കിയപ്പോൾ കല്ലുന്താ ഇവിടെ പണി നടക്കുക. നോക്കിയാൽ ഫുള്ള് ഇവിടെയൊക്കെ റോഡായിരുന്നു, മെയിൻ റോഡ്. ഒന്നുമില്ല, കംപ്ലീറ്റ് പൊളിച്ചു കളഞ്ഞു. മുട്ടൻ പരിപാടിയായിരിക്കും വരുന്നത്. ഇനി എന്ന് ശരിയാക്കി തീരും തമ്പുരാനറിയാം. അപ്പോൾ എൻ്റെ കൂടെ മൂകാംബികയിലേക്ക് മുരുടേശ്വരത്തേക്ക് കൂടെ വന്ന എല്ലാവർക്കും നന്ദി. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ട്രാവൽ വ്ളോഗ്സും ഡെയിലി വ്ളോഗ്സൊക്കെ ആയിട്ട് ഞാൻ വരുന്നതാണ്. അതുവരേക്കും എല്ലാവർക്കും